അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി വഖഫ വസ്സലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫ അമ്മാ ബഅദ്. റബ്ബി ശറഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. അൽഹംദുലില്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ഈ നിമിഷം വരെ വന്നുപോയ സർവ്വ അപരാധങ്ങളും കരുണക്കടലായ പടച്ചറബ്ബ് മാപ്പാക്കി തരുമാറാകട്ടെ. ഇനിയുള്ള കാലം അള്ളാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരണപ്പെടാൻ കാരുണ്യവാനായ പടച്ചുറപ്പ് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരെല്ലാം ഇവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ടോ, അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. ഒരു ദിവസം പോലും മുടങ്ങാതെ അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുവചനങ്ങൾ പഠിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും അത് മറ്റുള്ള ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സഹോദരിമാർ, അള്ളാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്ന സമയം ഈ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം കണ്ടു മരിക്കാൻ കാരുണ്യവാനായ പടച്ചുറബ്ബ് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നാം ഇന്ന് പഠിക്കുന്ന ഹദീസ് മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ 5 വഖത്ത് കൃത്യനിഷ്ഠതയോടുകൂടി നിസ്കരിക്കുന്ന ഒരു മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യനെ ആദരിക്കുന്ന 9 രീതികളെക്കുറിച്ചാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടുന്ന് മഹാനവറുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. ഒന്നാമതായിട്ട് അവിടുന്ന് പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഇഷ്ടപ്പെടുന്നു. 2, അവന് ആരോഗ്യവാനായിരിക്കും, അവനുള്ള ആരോഗ്യം അല്ലാഹുവിന് നിലനിർത്തി കൊടുക്കും. 3, മലക്കുകൾ അവനെ സംരക്ഷിക്കും. 4, വീട്ടിൽ ബർക്കത്തുണ്ടാകും. 5, അവൻ്റെ മുഖത്ത് നല്ലവരുടെ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടും. 6, ഹൃദയം മൃദുലമായി തീരും. 7, മിന്നെറിയുന്നത് പോലെ അവൻ അല്ലാഹുവെ സിറാത്ത് വിട്ടുകിടക്കും. 8-മതായിട്ട് അവിടുന്ന് പറഞ്ഞു, അള്ളാഹുവിൻ്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകം, ആ നരകത്തിൽ നിന്ന് അള്ളാഹു അവനെ രക്ഷിക്കുമെന്ന് മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത്. അതിനുവേണ്ടിയാണ് നാം ഓരോരുത്തരും പരിശ്രമിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ 5 വഖത്ത് അള്ളാഹുവിൻ്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളി കേൾക്കുമ്പോൾ ആ വിളിക്കുത്തരം നൽകാതെ ആരോഗ്യത്തോടുകൂടി നടക്കുന്ന എത്രയോ പേരെ നമുക്ക് കാണാം. എങ്കിലും രോഗം പിടിച്ചിട്ടും നല്ലതുപോലെ ഇരിക്കാനും നടക്കാനും പോലും കഴിയാതെ പ്രയാസപ്പെടുന്നവർ പോലും കസേരയിലാണെങ്കിൽ ഇരുന്ന് നിസ്കരിക്കാറുണ്ട്. അപ്പം അങ്ങനെ അള്ളാഹുവിനെ നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കുന്നവർ, പള്ളി എന്നൊരു ചിന്ത, നിസ്കരിക്കണമെന്നുള്ളൊരു ചിന്ത, പാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ നമസ്കരിക്കണമെന്ന് വാശി പിടിക്കുന്നവർ, ഇവർക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലത്തെക്കുറിച്ചാണ് നാം ഈ ഹദീസിലൂടെ പഠിക്കുന്നത്. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അള്ളാഹുവിൻ്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകത്തിൽ നിന്ന് ആ മനുഷ്യനെ അള്ളാഹു രക്ഷിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമ്മളെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവസാനത്തെ അള്ളാഹു എങ്ങനെയാണ് ആദരിക്കുന്നത്? 9-മത്തെ കാര്യം, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, വയൻസിലല്ലാഹു ഫീ ജവാരില്ലദീന ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഭയമോ ദുഃഖമോ ഇല്ലാത്തവരുടെ കൂടെ അള്ളാഹു അവനെ താമസിപ്പിക്കുമെന്ന് മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. എൻ്റെ പ്രിയപ്പെട്ടവരെ, 5 വഖത്ത് നമസ്കരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് യാതൊരു ഭയവുമില്ല, ഒരു ദുഃഖവുമില്ല, ഒരു പേടിയുമില്ല. അങ്ങനെ ഒരു സാഹചര്യം അള്ളാഹു അവന് കൊടുക്കുന്നില്ല. എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ നമുക്ക് വല്ലാത്ത പേടി? വർഷങ്ങൾ കഴിഞ്ഞു, ഭീതിയുടെ നടുവിലൂടെയാണ് ഒന്നിനു പുറകെ ഒന്നൊന്നായി എന്ന് പറയുന്ന ഒരു വൈറസ് രോഗം വന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, വെള്ളപ്പൊക്കമുണ്ടായി, ഉരുൾപൊട്ടലുണ്ടായി, അത് കഴിഞ്ഞതായി ഇപ്പോൾ കൊറോണ വന്നു, കൊടുങ്കാറ്റ് വന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നിനു പുറകെ ഒന്നൊന്നായി. അത് കഴിയുമ്പോൾ ഇത് പ്രകൃതിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഉണ്ടാകുന്നു. അതിനോടൊപ്പം രാഷ്ട്രീയമായി നമ്മുടെ രാജ്യത്ത് നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ഭരണാധികാരികൾ നിന്നുകൊണ്ട് ഈ ഉമ്മത്ത് വല്ലാത്ത പീഡനങ്ങൾ, വലിയ പ്രയാസങ്ങൾ, NRC പോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളെ തേടി ഭയത്തിൻ്റെ നടുവിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഇന്ന് ലക്ഷദ്വീപിലൊക്കെ കാണുന്ന അവസ്ഥകൾ വളരെ പരിതാപകരമായ അവസ്ഥകൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, മുസ്ലിമിനെ ശത്രുവായി കണ്ടുകൊണ്ട് ആ മുസ്ലിമിനെതിരെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് കടന്നു വരുന്ന
വരുന്ന ഒരു സാഹചര്യം, ഇതെല്ലാം കണ്ടിട്ട് പ്രതികരിക്കാനും പിന്നെ ഇതിനെക്കുറിച്ച് ചോദ്യം ചെയ്യാൻ പോലും ആളില്ലാത്ത ഒരു ദയനീയമായ അവസ്ഥയിലൂടെയാണ് നാം നടന്നു പോകുന്നത്. നാം ചിന്തിക്കേണ്ടത്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അള്ളാഹു സംരക്ഷിക്കും, അള്ളാഹു സുബ്ഹാനഹു വ തആല ഭയവും കൊടുക്കില്ല, ദുഃഖവും ഇല്ല. 5 വഖത്ത് നിസ്കരിക്ക്. നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ പള്ളികളൊക്കെ പടച്ചവന് കൊറോണ വന്നു. ആ കൊറോണ വന്നതിന് ശേഷം തുറക്കാത്ത പള്ളികളുണ്ട്. തുറക്കാത്ത പള്ളികൾ, ഗവൺമെൻറ്റിൻ്റെ നിയമം നിസ്കരിക്കാൻ അനുവാദം കൊടുത്തിട്ട് പോലും തുറക്കാത്ത പള്ളികൾ. എത്ര പേരാണ് പള്ളിയിൽ കയറി നിസ്കരിച്ചത്? ഇതൊക്കെ ഒരു ആഘോഷമായി, അൽഹംദുലില്ലാ പള്ളിയില്ല, ഒന്നുമില്ല, സുഖമായല്ലോ എന്ന് കരുതുന്നവർ, റമളാനിൽ പോലും പള്ളിയിൽ കയറാത്തവർ, ജുമാ മുടങ്ങുന്നതിൽ യാതൊരു പ്രയാസവും വേദനയുമില്ലാത്തവർ, എൻ്റെ പ്രിയപ്പെട്ടവർ, ഇത് അള്ളാഹു നമുക്ക് കാണിച്ച നന്ദികേടിന് റബ്ബ് നമുക്ക് തരുന്ന ശിക്ഷയാണ്. സമാധാനമില്ല, സന്തോഷമില്ല, ഭീതിയിലൂടെ അള്ളാഹു നമ്മളെ കൊണ്ടുപോകുന്നു. എന്തുകൊണ്ട് നാം അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നില്ല? അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നില്ല. ആ നന്ദി കാണിക്കാത്തത് കൊണ്ടാണ് പടച്ച റബ്ബ് നമ്മളെ വല്ലാതെ ഭയപ്പെടുത്തുന്നത്. നിസ്കരിക്കുന്നുണ്ട്, പക്ഷേ കൃത്യനിഷ്ഠതയോടുകൂടി നിസ്കരിക്കാറില്ല. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. അള്ളാഹു വഖത്തിന്, ഓരോ നിസ്കാരത്തിനും അള്ളാഹു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. നമുക്ക് തോന്നുന്ന സമയത്തല്ല നിസ്കരിക്കേണ്ടത്, അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് നിസ്കരിക്കണം. അങ്ങനെ നിസ്കരിക്കുമ്പോൾ അള്ളാഹു നമുക്ക് ഭയം തരൂല, അള്ളാഹു നമുക്ക് ദുഃഖം തരൂല, നമുക്ക് പേടിക്കേണ്ട ഒരവസ്ഥ അള്ളാഹു വരുത്തുകയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു എന്ന് പറയുകയാണ്, ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അള്ളാഹു ഭയമോ ദുഃഖമോ ഇല്ലാത്തവരുടെ കൂടെ, ഭയവും ദുഃഖവും ഇല്ലാത്തവരുടെ കൂടെ അള്ളാഹു അവനെ താമസിപ്പിക്കും. അങ്ങനെ ജീവിക്കും, ഒരു പേടിയുമില്ല. ഒരു ഭരണാധികാരിയുടെ ഭാഗത്ത് നിന്നാണെങ്കിലും ഒരു രീതിയിലും ഭയവും പേടിയുമില്ലാത്ത ദുഃഖവുമില്ലാത്ത ഒരു വിഭാഗത്തിൻ്റെ കൂടെ അള്ളാഹു അവനെ ജീവിപ്പിക്കുമെന്ന് മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നൊക്കെ നാം ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് ഇങ്ങനെയുള്ള വിഭാഗങ്ങളെ കാണാൻ കഴിയും. പേടിയും ഭയവുമില്ലാതെ അള്ളാഹുവിനെ മാത്രം ഭയന്നുകൊണ്ട് ജീവിക്കുന്ന എത്രയോ പേരെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 5 വഖത്ത് നമസ്കാരം മുറുകെ പിടിക്കുന്നതിലൂടെ നിന്നെ അള്ളാഹു ആദരിക്കുമെന്ന് പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങളാണ്. ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ കഴിയും. നമുക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന, അള്ളാഹുവിൻ്റെ സ്വർഗം വരെ നേടിയെടുത്ത് ആ റബ്ബിൻ്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കി ഈമാനുള്ള മരണം കിട്ടാൻ നമുക്ക് ഉപകാരപ്പെടുന്ന കാര്യമാണ് 5 വഖത്ത് നമസ്കാരം കൃത്യനിഷ്ഠതയോടുകൂടി നിസ്കരിക്കുക എന്നത്. അള്ളാഹു മരിക്കുന്ന ദിനം വരെ അത് നിലനിർത്തുവാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് സഹോദരങ്ങൾ, സഹോദരിമാർ വളരെ പ്രയാസത്തിൽ ഗർഭിണികളുണ്ട്, അതുപോലെ തന്നെ വെന്റിലേറ്ററിൽ കഴിയുന്നവരുണ്ട്, അതുപോലെ ഐസിയുവിലും ഹോസ്പിറ്റലിലും വീടുകളിലുമായി കഴിയുന്ന ഒരുപാട് രോഗികൾ, നമ്മുടെ ക്ലാസ് കേൾക്കുന്നവർ, കേട്ടുകൊണ്ടിരുന്നവർ, അള്ളാഹു എല്ലാവർക്കും പരിപൂർണ്ണ ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഫിയത്തും ദീർഘായുസും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് പേര് മരണപ്പെട്ടു പോയിട്ടുണ്ട്. കരുണക്കടലായ പടച്ച റബ്ബ് അവരുടെയൊക്കെ മണ്ണറ അള്ളാഹു മണിയറയാക്കി കൊടുക്കുമാറാകട്ടെ. ഷഹീദിൻ്റെ കൂലി കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ കുടുംബങ്ങൾക്ക് അള്ളാഹു ക്ഷമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ക്ഷമയ്ക്ക് പകരം, അവരുടെ കണ്ണീരിന് പകരം അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ഈമാൻ അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദാരിദ്ര്യവും കടവും അള്ളാഹു സാമ്പത്തികമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റി സമാധാനമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നവർ, പരിശ്രമിക്കുന്നവർ, അള്ളാഹു അവരുടെ ദുനിയാവും ആഖിറവും അള്ളാഹു വെളിച്ചത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. നിത്യമായി ക്ലാസ് കേൾക്കുന്നവർ, അവരുടെയൊക്കെ അവസാന സമയം അള്ളാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, എൻ്റെ പ്രിയപ്പെട്ടവരോട് നിങ്ങളുടെ ഓരോരുത്തരുടെയും ദുആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ മറക്കാതെ ഉൾപ്പെടുത്തണം, ദുആ ചെയ്യണമെന്ന വസിയ്യത്തോടെ വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.